പിന്നെ കാര്യം ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെ ഓരോ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഈ പോസ്റ്റർ ഡിസൈനിങ് മുതൽ ടുവേർഡ്സ് അതിന്റെ എന്റെ എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോയി എന്താണ് അടുത്തത് വാട്ട് ഇസ് ഗോയിങ് ടു കം അബൌട്ട് ആ ഫിലിം, അതിന്റെ മ്യൂസിക് എന്തായിരിക്കും, അതിന്റെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും, ഭയങ്കര എന്തോ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അപ്പൊ എനിക്കൊരു ടീമിന് ഇങ്ങനെ ഉണ്ടാക്കണം ഒരുപാട് ആഗ്രഹമുണ്ട് കുറെ നാളായിട്ട്. അപ്പൊ ഞാൻ കുറച്ച് 2-3 സ്ക്രിപ്റ്റ്സ് ഒക്കെ സെറ്റ് ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ലെക്സി ഇവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. ഈ പ്രണയകാലത്തിന് ശേഷം ഒരുപാട് പ്രണയ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഭയങ്കര ഐക്കോണിക് ആയിട്ട്. അതിലേതെങ്കിലും ഒന്ന് കണ്ടിട്ടേ ഞാൻ അതിലുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ച സിനിമകളുണ്ടോ? ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരു കൾട്ട് സിനിമയായിട്ട് ആളുകൾ പറയുന്നതാണ് 2019 റിലീസായ മായാനദി. മായാനദി കണ്ടിട്ട് മാത്തനായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം ഒരാൾ ചെയ്ത് കഴിഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ ആഗ്രഹം. ഒരു കഥ കേട്ട് എന്റെ അടുത്താണ് കഥ ആദ്യം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് ദാറ്റ് വിൽ ബി സങ്കടമായേനെ. പക്ഷെ അത് ആ ഒരു മാത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് ചെയ്യേണ്ട ക്യാരക്ടറാണ്. നന്നായി ഭംഗിയിടാൻ ചെയ്യുകയും ചെയ്തു. പിന്നെ അപ്പൊ സോ അത് അവരുടെ ഒരു മറ്റേ അവരുടെ ഒരു നല്ല രസമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു, നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. ഞാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. കഥ കേട്ടിട്ട് മിസ്സായി പോയി. അതെ, കഥ കേട്ട് എന്നെ തീരുമാനിച്ചു, അതിനുശേഷം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. ഡേറ്റ്സ് ഒക്കെ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ പോയി, അല്ലെങ്കിൽ ഞാൻ എനിക്കത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നോ പറഞ്ഞു, വേറെ ആളത് ചെയ്ത് ഹിറ്റാക്കി അത് അവരുടെ ഭാഗ്യം വളരെ. പക്ഷെ അങ്ങനെ ഉണ്ടായാലും എനിക്ക് ഇതുള്ളൂ. അങ്ങനെ കേട്ട് മിസ്സാക്കിയതുണ്ടോ? അങ്ങനെ കേട്ട് മിസ്സാക്കിയത് ഒരു സിനിമ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് സ്വാമി രണ്ടാമത്തെ പടത്തിന്റെ പേര് തനിയൊരുവൻ. തനിയൊരുവനിൽ അരവിന്ദ് സ്വാമിയുടെ ആയിട്ട് എന്നെ വിളിച്ചോണ്ടിരുന്നവർ. ഒരു 4 മാസമായിട്ട് എന്റെ പുറകിലായിരുന്നു ആ സിനിമ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വെങ്കറ്റ് സാർ, പ്രൊഡ്യൂസർ എല്ലാവരും. പക്ഷെ ആ സമയത്ത് ഞാനൊരു വലിയ 2 തെലുങ്ക് സിനിമകൾ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ മെയിൻ ലീഡ് മാത്രം ചെയ്യുന്നുള്ളൂ, ഇല്ല ഞാൻ ഇനി ചെയ്യുന്നില്ല എന്നുള്ള സീനിൽ അടിയറച്ച് നിൽക്കുമായിരുന്നു. എന്റെ റൈറ്റേഴ്സ് കോഡ് റൈറ്റേഴ്സ് ആയിരുന്നു, സുബ. സോ അവര് വഴിയാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ മെയിൻ പ്രൊഡ്യൂസർ വന്ന് വിളിച്ചു, എല്ലാം വിളിച്ചിട്ട് ഞാൻ ആ സിനിമ ചെയ്തില്ല. അപ്പൊ അത് കഴിഞ്ഞ് അത് സിനിമ കഴിഞ്ഞപ്പോഴാണ് പടച്ചോണം ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു, ഇത്രയും ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിനിമ കാരണം ബാക്ക് ടു ബാക്ക് കുറെ സിനിമകൾ അരവിന്ദ് സ്വാമി ചെയ്തിരുന്നു. കുറെ കാലത്തിന് ശേഷം ഒരു കംബാക്ക് കൊടുത്താണ്. പക്ഷെ എനിക്കിപ്പോ അത് ഓർക്കുമ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പക്ഷെ എൻ്റെ ഒരു സ്റ്റൈലിൽ വേറെ രീതിയിലാണ് ഇത് ചെയ്തത്. അത് മാത്രം ഞാൻ മിസ് ചെയ്തിട്ട് ഞാൻ റിഗ്രറ്റ് വന്നിട്ടുള്ളൊരു. ബാക്കി കുറെ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്, അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പൊ ആകെപ്പാടെ എനിക്ക് സങ്കടമുള്ളത് ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ നേരത്തെ ചോയ്സിന്റെ കാര്യം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് അജ്മൽ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് അജ്മൽ അമീർ ഒരു സിനിമയുടെ ഭാഗമാവുന്നു. അപ്പൊ അയാൾ പറഞ്ഞ കഥയല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളോട് നേരിട്ട് പറയുന്നു, നിങ്ങൾ ഇതല്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടത്, എനിക്ക് താല്പര്യമില്ല ഇത് തുടർന്ന് ചെയ്യാന്ന് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അമ്മ ഇടപെട്ടിട്ട് അജ്മൽ അമീറിനോട് അതൊന്ന് ചെയ്ത് തീർത്തു കൊടുക്കൂ എന്ന് പറയുന്നു. അത് ചെയ്ത് തീർത്തു കൊടുക്കുന്നു. ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. അത്രയധികം ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ആളായിട്ട് ആ ഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അത്രയും ഗട്സോട് കൂടി പറഞ്ഞു വരുന്ന ആളുകളും കുറവാ. ഇപ്പോഴും ആ കാര്യമുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അത് ആരായാലും പറഞ്ഞിട്ട് വരാൻ ആ ഗട്സ് ഇപ്പോഴും ഉണ്ട് അജ്മൽ അമീറിന്? ഞാൻ ഒരൊറ്റ സിനിമയിൽ എനിക്ക് ആ ഒരു ഇതുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെയാണ്. ഞാൻ ശേഷം അങ്ങനത്തെ ആൾക്കാരുടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് അതിനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴും അവർ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ അത് നമുക്കൊരു പാഠമായിട്ട് എടുത്തിട്ട് പിന്നീട് അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് ഞാൻ കാരണം ഒരു അസോസിയേഷനും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ എനിക്ക് പൈസ തരാതെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ട് ആ പൈസ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ആർക്കും എതിരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. കുറെ പൈസ ഒരുപാട് പേര് എനിക്ക് തരാനുണ്ട്. ഇതൊന്നും ഞാനൊരു കംപ്ലൈൻമെന്റ് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ശരി, ഓക്കെ, ഫൈൻ, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട് എന്നുള്ള സീനിൽ നമ്മൾ മാറി നിൽക്കുക. കുറെ ആൾക്കാർ കൃത്യമായിട്ട് എൻ്റെ പൈസ തരുകയും ചെയ്യും. അപ്പം ഞാൻ എന്ത് ഏറ്റെടുത്താലും ഒരു 150% അവരോട് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക്. സോ ദേ നോസ് മീ വെൽ ദാൻ എനിവൺ. ഈ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത ആളുകൾ വിളിക്കാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും? ആയിരിക്കണം. ഒരു 100% പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് അന്ന് തൊട്ടേ ഉണ്ട്, ഈ തുടക്കകാലം തൊട്ടേ ഉണ്ട്. പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിനേക്കാളും എനിക്ക് സിനിമയിലുള്ള പാഷനും അത് ജയിക്കണമെന്ന് ആഗ്രഹവും ആണ് കൂടുതൽ. കാര്യം ഞാൻ ഇപ്പൊ കുറെ നിങ്ങൾ പറഞ്ഞ 1-2 സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത് പകുതിയായപ്പോൾ
എനിക്ക് മനസ്സിലായി അത് അതിന്റെ റൂട്ടിലല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും പുതിയ ആൾക്കാർ. അത് എന്റെ കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോഴേ ഞാൻ ആ സിനിമയെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ ഒക്കെ ഫൈൻ തീർത്തു കൊടുത്തേക്കാം. പക്ഷെ അത് എന്റെ തന്നെ കരിയറിനെ നാശം ചെയ്യുന്ന രീതിയിലേക്കാണ് അതിന്റെ അവസാന ഘട്ടങ്ങളിൽ അത് നമുക്ക് തന്നെ അത് ഒരുപാട് അങ്ങനെയും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു തുടക്കത്തിൽ സിനിമയിൽ ചെയ്യണം ആഗ്രഹിച്ച് നടക്കുമ്പോൾ സിനിമ കിട്ടൂലെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരത് കണ്ടൊന്ന് വർക്കൗട്ട് ആണെന്ന് തോന്നുന്ന സമയത്ത് പ്രണയകാലം വരുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് സിനിമ കൊടുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സിനിമയാണ് തിരുത്തുറു. അത് അയാൾ നന്നായി ചെയ്തു. അതേപോലെ തന്നെ ശങ്കറിന്റെ അസിസ്റ്റന്റിന് കൊടുത്തു കറുപ്പമ്പട്ടി ഒരു സിനിമ. ഞാൻ ഡബിൾ റോളൊക്കെ ചെയ്ത സിനിമയാണ്. അയാൾ നല്ല പാഷനറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ ആയിരുന്നു. പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ പടം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ കതിർവേൽ എന്നൊരു സിനിമ ഞാൻ ചെയ്തു. ആ സിനിമ ഭയങ്കര രസമായിട്ട് അതിന്റെ ഡയറക്ടർ ചെയ്തു. പക്ഷെ ഒരു പോയിന്റിൽ അവരുടെ കയ്യിൽ പ്രൊഡ്യൂസർക്കുള്ളിൽ കുറച്ച് ഫണ്ട്സിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് സ്റ്റോപ്പായി പോയി. അപ്പൊ അങ്ങനെയും നടക്കുന്നുണ്ട് സൈമിൾട്ടേനിയസ്ലി. ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഒരു കിട്ടുന്നത്, ഇതിന്റെ ഇടയിലാണ് മറ്റേ സംഭവങ്ങൾ ഹിറ്റുകൾ സംഭവിക്കുന്നത് എല്ലാം. അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് പാർട്സ് നടക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു പ്രോഡക്റ്റ് അത് തിയേറ്ററിലേക്ക് എത്താൻ പറ്റാണ്ടാവുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അപ്പൊ ഞാൻ എടുത്ത ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക. കാര്യം വേറെ ഒന്നുമല്ല, അത് അവർക്കും എന്താണ് ഗുണമുള്ളൂ. നമ്മളൊരു സാധനം എടുത്തത് ബിസിനസ് ആയാൽ മാത്രമാണ് അവർക്കത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ വെച്ചൊരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഹാപ്പി. അപ്പോൾ ബോധപൂർവ്വം ഒരു തീരുമാനമാണ് കൃത്യമായിട്ട് ബിസിനസ് ആവുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കരിയറിൽ സിനിമ കുറഞ്ഞതും എല്ലാം. ഈ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വന്നതിന് ശേഷം. തളർന്നിരുന്ന് കരയാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും കരയണ പരിപാടിയില്ല. അടുത്തതിലേക്ക് ചവിട്ടി കയറാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ ആണുങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴേ ഇപ്പൊ അജ്മലിനൊക്കെ നമ്മൾ സ്ക്രീനിൽ ഹീറോകളായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു റിസ്കുകളുണ്ടല്ലോ, അല്ലെ, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻസ് ഉണ്ട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് മുതൽ അത് റിലീസ് ആവുന്നത് വരെയും ഒരു ആക്ടറുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ആ സിനിമ വിജയിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇതിനെങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നുള്ളത്, അതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അടുത്ത് പലപ്പോഴും പല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും വലിയ പൈസ കേട്ട് വരും. അപ്പൊ എനിക്ക് ടീമിനെയോ കഥയോ ഇഷ്ടപ്പെട്ടില്ല, ഞാനത് ചെയ്യില്ല. ചില ആ സമയത്ത് എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുള്ള സമയമായിരിക്കും, വീടിന്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീടിന്റെ പണിയോടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അത് എൻ്റെ അടുത്ത് പലപ്പോഴും ഫാമിലി ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്ക് ആഗ്രഹം സിനിമ നടത്താനാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു വണ്ടിയിൽ പൈസ വന്നിരിക്കുന്നത്, അപ്പോൾ വൈ കോണ്ട് യു റിസീവ് ദാറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആൾക്കാരെ വെറുക്കും. എന്നെ ആൾക്കാരെ വെറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ ഐ വിൽ വെയിറ്റ് ഫോർ എ ഗുഡ് ഫിലിം. അത് എപ്പോൾ യു മേക്ക് യുവർ ഓൺ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ എനിക്ക് ടാക്കിൾ ചെയ്യാനേ പറ്റുള്ളൂ. കാര്യം അവർക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി എ ടോക്ക് ഓഫ് എ ടൗൺ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു ടീമിനെ കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഇറങ്ങുന്നുള്ള ഒരു വാശി പിടിച്ചിരിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യുക എന്നുള്ള ഒരു സീനിൽ നിൽക്കുന്ന ആളല്ല.